ഇളയ ദളപതി വിജയ് ഓട്ടം കണ്ടാൽ നല്ല മൂത്ത ദളപതി. ഇങ്ങനെയൊക്കെ ഒരു നേതാവിന് ഒരു മനുഷ്യനാകാൻ പറ്റുമോ? സ്വന്തം ജീവനും സ്വത്തിനും ഇത്രമേൽ അമിത പ്രാധാന്യം കൽപ്പിക്കുന്ന, പൂവിതറിയാൽ ബോംബാണെന്ന് സങ്കല്പിക്കുന്ന ഒരു വിജയ്. എന്താ മനുഷ്യൻ, എന്താ നേതാവ്. സത്യം പറഞ്ഞാൽ എന്താ അല്ലേ? ബോഡി ഗാർഡും പാർട്ടി പ്രവർത്തകരും ആരാധകരും ഒക്കെ പട്ടി ഓടുന്ന പോലെ പൊരി വെയിലത്ത് ടാറിട്ട റോഡ് വഴി ഓടുകയാണ്. വിജയ് സൈക്കിൾ ചവിട്ടുന്നതോ വളരെ സ്പീഡിൽ. തമിഴ്നാട്ടിൽ കാശുള്ളവൻ സാധാരണ ജനങ്ങളെ കാണുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ മാതൃകയാണ് ഈ ഒരു കാഴ്ച, നേർക്കാഴ്ച. അല്പം കോമൺ സെൻസ് ഉള്ളവന് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? സമൂഹത്തെയും സാഹചര്യത്തെയും ഒക്കെ ഇത്രമാത്രം പേടിക്കുന്ന ഈ വിജയ് നാളെ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ ഇവനൊക്കെ എന്ത് ചെയ്യാനാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്നിട്ട് ഈ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. പാവം ആരാധകർ. ഒന്നാമതേ അടിസ്ഥാനപരമായിട്ട് യാതൊരു രാഷ്ട്രീയ ബോധമില്ല, ബോധമേ ഇല്ലെന്ന് പറയാം. ഒരു പാർട്ടിയൊക്കെ രൂപീകരിക്കുമ്പോൾ അടിസ്ഥാന ഘടന എന്തിനു വേണ്ടിയാണ്, എന്ത് ആദർശത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നൊക്കെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്തണം. സ്വന്തം വസ്തുവകകൾ സംരക്ഷിക്കാൻ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെ നാളെ ആർക്ക് മുമ്പിലും തൻ്റെ പോളിസി കുറേ ജനങ്ങളെ കൊണ്ട് അടിമകളാക്കി അടിയറ വയ്ക്കാനുള്ള ഒരു ശ്രമമുണ്ടല്ലോ. ഉദാഹരണം പറഞ്ഞാൽ കിറ്റക്സ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ സാബു എം ജേക്കബ് 2020 എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അതിപ്പോൾ BJPയുടെ ബ്രാഞ്ച് ആയിട്ട് മാറിയ അവസ്ഥ നമുക്കറിയാമല്ലോ. BJPക്ക് മുമ്പിൽ കൊണ്ട് അടിയറ വെച്ചു കുറേ ജനങ്ങളെയും ആ രാഷ്ട്രീയ പാർട്ടിയുടെ പോളിസി. സ്വന്തം വസ്തുവകകൾ സംരക്ഷിക്കാൻ, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി. ഇത് തന്നെ നാളെ വിജയിക്കും സംഭവിക്കില്ല എന്ന് ഉറപ്പൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് ഒരു വ്യക്തി നടന്ന പ്രസ്ഥാനത്തെ നമ്മൾ അനുകൂലിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം. 10-25 വർഷത്തെ സിനിമാ പാരമ്പര്യം ഉണ്ടായിട്ടും നല്ലൊരു ക്യാരക്ടർ വേഷം ഇതുവരെ ചെയ്ത് ഫലിപ്പിക്കാൻ കഴിവില്ലാത്ത ഒരു നടൻ. ഇന്നത്തെ ഒരു ട്രോളോട് കൂടി അദ്ദേഹം ഓസ്കാർ അവാർഡ് കിട്ടുന്നതിന് തുല്യമായി. നോക്കൂ, അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചില്ലെങ്കിലും ട്രോളിലൂടെ അദ്ദേഹം നേടിയെടുത്ത ആ വിജയം ഉണ്ടല്ലോ. സിനിമയിൽ 100-150 പേരെ പുഷ്പം പോലെ അടിച്ചിടുന്ന വിജയ് യഥാർത്ഥ ജീവിതത്തിൽ പുഷ്പം കണ്ട് പേടിച്ചോടിയെന്ന് പറയുമ്പോഴുണ്ടല്ലോ